ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന ചെല്ലുമ്പോൾ അവൻ്റെ അടുത്ത് ആരുമില്ല. അവൻ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്ന് നമുക്ക് മനസ്സിലാവും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊരു നഴ്സിനെ വിളിച്ച് പറയും. അപ്പൊ അവര് അവിടെ ഒരു VIP പേഷ്യന്റിനെ നോക്കാനായിട്ട് പോവുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുക, അയാൾ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവിടെ ബഹളം വെക്കുന്നത് കണ്ടോണ്ടാണ് ജയവൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണുമ്പോഴത്തേക്കും അവൾ ഓടി ചെന്നിട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഹെമു ഹോസ്പിറ്റലിൽ അറിയാവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കീജുവിനെ അങ്ങോട്ടേക്ക് മാറ്റി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യണം പ്ലീസ് എന്നൊക്കെ പറയും. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർജനെ തന്നെ ജയോള് പറഞ്ഞ് ഏർപ്പാടാക്കും. കീജുവിന്റെ സർജറി നടക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ട് നിന്ന് ഇന മാറുന്നതേയില്ല. സർജറി കഴിഞ്ഞ് കീജുവിന് ബോധം തെളിയുന്നത് വരെ എല്ലാ ദിവസവും ഇന അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ആ പെൺകുട്ടി എല്ലാ ദിവസവും നിനക്ക് ബോധം വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ബോധം വന്നു കഴിഞ്ഞിട്ട് എന്താണ് നിന്നെ കാണാനായിട്ട് വരാഞ്ഞത്? നിന്റെ ബോസ് മാത്രമാണോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ അവന്റെ ചേച്ചിമാരെ വന്നിരുന്ന് കീജുവിന്റെ അടുത്ത് ചോദിക്കുകയും അവനെ ടീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കീജു അവന് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് 10-20 മെസ്സേജസ് എനിക്ക് അയക്കും. അവള് പിറ്റേ ദിവസം രാവിലെ സാൻഡ്വിച്ച് കൊണ്ടുവച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും അവൻ അവളെ അവിടെ പിടിച്ചിരുത്തും. എല്ലാ ദിവസവും ഇവിടെ വന്നു എന്ന് എൻ്റെ ചേച്ചിമാർ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നീട് എന്താണ് കാണാൻ വരാഞ്ഞത്? കാണാൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് അവൾ സമ്മതിക്കും. സുപ്പീരിയർ എന്ന നിലയിൽ ഇയാള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയെന്നൊക്കെ എല്ലാ ദിവസവും വന്ന് ഉറപ്പാക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു എന്ന് അവൾ പെട്ടെന്ന് തിരുത്തി പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവൾ വന്നതെന്ന് കീജുവിന് മനസ്സിലാവും. അന്ന് അവൻ ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ് ഇനയുടെ അടുത്താണ് അവൻ ഹെൽപ്പ് ചോദിക്കുന്നത്. ജയോളും ചാങ്ങോളും ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്താണ് അവര് റീഡെവലപ്മെന്റിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയോളുടെ മനസ്സിൽ ഫുൾ അവള് പാനിക്കായിട്ട് ഓടിയതും എല്ലാം ആണ്. അതുകൊണ്ട് തന്നെ അവരെന്തോ ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ ശ്രദ്ധിക്കാതെ നിൽക്കും. എൻ്റെ ചേട്ടൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. ആരെങ്കിലും സഹായം ചോദിച്ചു എന്നാൽ അവൻ ഹെൽപ്പ് ചെയ്യും. അവന്റെ ആണെങ്കിൽ കൂടി അവനത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഒരാളാണ്. ഞങ്ങളുടെ അച്ഛനെ അറിഞ്ഞൂടെ? ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങളൊക്കെ റൂത്ത്ലെസ് ആണ്. അവൻ എന്തായാലും അച്ഛന്റെ സ്വഭാവമല്ല, ആരുടെ സ്വഭാവമാണോ എന്തോ. മിക്കവാറും അവന്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനും ജയോള് ദേഷ്യത്തിൽ എന്നിട്ട് ചാങ്ങോളിന്റെ കോളറിന് പിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവിടെ ബഹളം നടന്നു എന്നറിയുമ്പോൾ ഡ്രൈവറുടെ അടുത്ത് എത്രയും പെട്ടെന്ന് കാറുമായിട്ട് പാർക്കിംഗ് ലോട്ടിലേക്ക് വരാൻ മിസ് പാർക്ക് വിളിച്ച് പറയും. അവൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ റൂമിലിരുന്ന് കുടിക്കുന്ന ജയോളിനെയാണ് കാണുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയല്ലല്ലോ, ഇതെന്താ പറ്റിയത്? ബോർഡ് മീറ്റിംഗ് ഉടനെ തന്നെ വരുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയാനിട്ടല്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് എന്നെ വെറുതെ വിടാനാണ് ജയോൾ അവളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ എന്താ ഇങ്ങനെ? ശരിക്കും ഇന നിങ്ങൾക്ക് ആരാണെന്ന് മിസ് പാർക്ക് ചോദിക്കുന്നുണ്ടേ. അവളുടെ ഒപ്പം മരിക്കാനും ഞാൻ തയ്യാറാണെന്നാണ് ജയോൾ മറുപടി പറയുന്നത്. ഡിസ്ചാർജ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കിനും നല്ല മഴയായിരിക്കും. ഇനയുടെ കാറിൽ കുടയില്ല. മിസ് പാർക്ക് വീട്ടിലുണ്ടെങ്കിൽ കുടയായിട്ട് താഴേക്ക് വരാനായിട്ട് പറയാൻ ഇന പറയുമ്പോൾ എന്തിനാണ് വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ മഴ നിൽക്കും. അതുവരെ നമുക്ക് കാറിനകത്ത് വെയിറ്റ് ചെയ്യാമെന്ന് കീജുൻ മറുപടി പറയും. അവളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ബ്രേക്കപ്പ് ആയതെന്ന് ഇന അവനോട് ചോദിക്കും. റീസൺ എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം അവൾ എന്നെ ഗോസ്റ്റ് ചെയ്തു എന്നവൻ പറയുമ്പോൾ നിങ്ങൾ ഓഫീസിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് എന്നെ ചോദിക്കും. എന്നോട് പറയാൻ പറ്റാത്ത എന്തോ റീസൺ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. എന്റെ സ്ഥാനത്ത് ഇനിയായിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു എന്ന് കീജുണപ്പോൾ തിരിച്ചു ചോദിക്കും. ഞാനായിരുന്നെങ്കിൽ എന്നോട് റീസൺ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. കാരണം സത്യം പറയേണ്ട സ്ഥലങ്ങളിൽ അത് ഹൈഡ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. എന്നിട്ട് ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അവൾ പറയുമ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലേ നല്ലതെന്ന് അവൻ ചോദിക്കും. അന്നേരം ഇന്ന ജയോളുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്തെ കാര്യങ്ങൾ ഓർക്കും. അവളാണ് അവനോട് അവരുടെ റിലേഷൻ എൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. അവന് വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്, ഒരു നല്ല പ്രപ്പോസൽ വന്നിട്ടുണ്ട്, കല്യാണത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജയോളിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. നമ്മുടെ റിലേഷൻ ഒരു രീതിക്ക് മുന്നോട്ട് പോകത്തില്ല എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. എന്റെ കാര്യം ഓർത്ത് ഗിൽറ്റി ഫീലിങ്ങിന്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ റിലേഷൻ വോക്കാവുമെന്ന് ചിന്തിക്കാനും മാത്രം മണ്ടിയൊന്നും അല്ലായിരുന്നു ഞാൻ എന്നാണ് ഇന അവൻ്റെ അടുത്ത് പറയുന്നത്. അത് ജയോളിനൊരു ഷോക്കാണ്. ഇയാൾ പിന്നെ എന്താണ് പറയുന്നത്? നമ്മൾ ഒളിച്ചോടിയിട്ട് ഇയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് പോകണമെന്നാണ്. അതിന്റെ കാര്യമൊന്നുമില്ല, എനിക്ക് യാതൊരു വിഷയമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. അവൾ കൂളായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ അവൾ കരയുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് ഇന പറയുന്നത് സന്തോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സന്തോഷിക്കാൻ എനിക്ക് പേടിയാണ്. ഞാനിത് ഡിസേർവിംഗ് ആണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും. ഒരു പക്ഷേ ലൈഫ് മുഴുവൻ അൺഹാപ്പി ആയിട്ട് ജീവിച്ച് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ്. അപ്പൊ കീജുൻ ഇനയുടെ അടുത്ത് കണ്ണടച്ചിരുന്ന് എന്തൊക്കെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറയും. അവൾ ഓരോന്നായിട്ട് പറയും. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ
ഇങ്ങനെയാണ് നമ്മൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഹാപ്പിനെസ് തിരിച്ചറിയുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. കീജുൻ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അവനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വാമായിട്ടാണ് അവനെ ഗ്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇനയാണെങ്കിൽ അവന് ഒരു കെട്ട് ഫയൽസ് എടുത്തു കൊടുക്കും കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അവനോടുള്ള ദേഷ്യം ഈ സംഭവത്തിന് ശേഷം മാറിയിട്ടില്ലെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. അവൻ വാശിക്ക് അതെല്ലാം തീർത്തിട്ട് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇനി ഞാനൊരു റിവാർഡ് തരുന്നുണ്ട്, ഈ ഫ്രൈഡേ എൻ്റെ വീട്ടിലേക്ക് വരാനാണ് അവള് തിരിച്ച് മറുപടി കൊടുക്കുന്നത്. അത് കാണുമ്പോൾ അവൻ ഹാപ്പി ആവും. റെസ്റ്റ് റൂമിൽ വെച്ച കീജുൻ ടീം 1 ഓട്ടോ ഫ്രണ്ടിനെ കാണും. നീ അല്ലേ നേരത്തെ ഹേമോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്, എന്തെങ്കിലും പ്രത്യേകമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അവനോട് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ ഫയൽസും ഹാൻഡ് ഓവർ ചെയ്താണല്ലോ, കുറച്ച് ഫയൽസ് ക്ലൗഡ് സർവറിൽ ഉണ്ടായിരുന്നു, കണ്ടില്ലേന്ന് ചോദിക്കും. ഞാൻ ചെക്ക് ചെയ്തു, പക്ഷെ അതിൽ ഫയൽസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് ഫ്രണ്ട് അവനോട് പറയും. ടീം 3 മാറ്റാൻ നേരത്ത് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഫിനിഷ് ചെയ്യട്ടെ എന്ന് അവൻ ഇന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയാണ് അത് ക്ലൗഡ് സർവറിലേക്ക് മാറ്റാനായിട്ട് അവനോട് പറയുന്നത്. അവൻ തിരിച്ചു വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഫയൽസ് ഒന്നുമില്ല. അപ്പൊ തന്നെ മറ്റൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെക്ക് ചെയ്യണം, ഞാൻ കുറച്ച് ഫയൽസ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വാനിഷ് ആയി, എന്തുകൊണ്ടാണെന്നൊന്ന് ചെക്ക് ചെയ്ത് പറയാമോ എന്ന് ചോദിക്കും. അപ്ലോഡ് ചെയ്ത് 2 ദിവസത്തിന് ശേഷം ഇനയുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ആക്സസ് ചെയ്യുകയും അതിനുശേഷം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ഫ്രണ്ട് അവനെ അറിയിക്കും. അവനതൊരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വീണ്ടും എല്ലാം ഒന്ന് നോക്കുമ്പോഴത്തേക്കിനും അന്ന് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ചാർജ് ജയോളിനായിരുന്നു എന്ന് കാണും. പിന്നെ ഈ സമയത്ത് കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ പോയി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി. അവൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. കുക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം വരുന്നത്. അവൾ വരുമ്പോൾ കീജൂൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവന്റെ മുഖം കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അവൻ വീട്ടിൽ പോയിട്ടില്ല എന്ന് മനസ്സിലാവും. അവൾ വരുമ്പോഴത്തേക്കിനും എന്തിനാണ് എന്നെ ടീം 3 മാറ്റിയതെന്ന് അവൻ വീണ്ടും ചോദിക്കും. പേഴ്സണൽ മാറ്റേഴ്സ് നമ്മളുടെ ജോലിയെ എത്രമാത്രം ബാധിക്കുമെന്ന് ഈ ഒരു സമയം കൊണ്ട് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇയാള് ബയാസ്ഡ് അല്ല, ഒരു രീതിക്കും സ്വാധീനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ വേണം കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ. അത് ഇയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് അവൾ പറയുമ്പോൾ അത് മാത്രമാണോ റീസൺ എന്ന് അവൻ വീണ്ടും ചോദിക്കും. അപ്പോൾ അവൾ മിണ്ടാതിരിക്കും. ഹേമോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യം ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവര് ഡൊണേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു മെഡിക്കൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. യാതൊരു പേരും ഇല്ലാതിരുന്ന ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് അവര് വലിയ രീതിയിൽ ഡൊണേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഞാൻ അന്വേഷിച്ചു പോയി. അവസാനമാണ് ആ ഫൗണ്ടേഷൻ ജയോളുടെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജയോൾ ഇൻവോൾവ് ആയതുകൊണ്ടാണോ, മനഃപൂർവ്വം ഞാൻ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ മാറ്റിയത്, അതുകൊണ്ടാണോ ഇതാരോട് റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോഴും അവൾ പറയുന്നത് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് യാതൊരു രീതിയിലും ഇല്ലീഗൽ അല്ല, അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം വേണ്ടാന്ന് വെച്ചതെന്നാണ്. ഇയാളെപ്പോലെ ഒരാള് മെറ്റിക്കുലസ് ആയിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ ജയോള് ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജയോള് ഹെൽപ്പ് ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ ജയോളിന് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയും. ഇതിപ്പോ ഞാൻ അന്വേഷിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും പുറത്തു വരും, അതുകൊണ്ട് തന്നെ ഇന ചെയ്തത് തെറ്റാണ്, ഇത് എക്സിക്യൂട്ടീവ്സിനെ അറിയിക്കുകയും പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും വേണമായിരുന്നു. ഇത് പുറത്തു വരുമ്പോൾ അത് പ്രശ്നമാവും, അതുകൊണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പോഴേ കാര്യങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ആലോചിച്ച് വെക്കാൻ പറഞ്ഞ് ദേഷ്യത്തിലാണ് അവൻ അവിടുന്ന് പോകുന്നത്. കിരൂൺ ആ ഫയൽ മുഴുവൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന കുറെ നേരം അത് വെച്ച് ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ബോർഡ് മീറ്റിംഗ് ആണെന്ന് അറിയാം, അതുകൊണ്ട് ചെയർമാനെ വിളിച്ച് എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു റിപ്പോർട്ടും കൂടി സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് പറയും. അയാൾ സമ്മതിക്കും. പക്ഷേ ബോർഡ് മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു സഡൻ അജണ്ട നമുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതലുള്ള ഒരു ഡയറക്ടർ പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം സാങ്ങൂളിനെ കോ വൈസ് പ്രസിഡന്റായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ബോർഡിലെ ഭൂരിപക്ഷം ആൾക്കാരും സപ്പോർട്ട് ചെയ്യും. ജയോള് ഒറ്റപ്പെടുകയാണെന്ന് ഇനയ്ക്കും മനസ്സിലാവും. പ്രസിഡന്റ് സ്വന്തം മോനെ ചതിച്ചല്ലോ എന്ന് HR ഹെഡും അവള് കേൾക്കെ തന്നെ പറയും. ആ ഒരു ഷോക്കിലാണ് ചെയർമാനും. അതുകൊണ്ട് തന്നെ എല്ലാവരും പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും ഇന്ന പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി, റിപ്പോർട്ട് എനിക്ക് പ്രിന്റ് എടുത്ത് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവള് തിരിച്ചു പോകുന്നത്. അവള് വല്ലാത്തൊരവസ്ഥയിലാണ് തിരിച്ചു ചെല്ലുന്നത്. അത് കീജൂണും ശ്രദ്ധിക്കും. കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ എന്ത് കാര്യം സബ്മിറ്റ് ചെയ്താലും 2 പേർക്കും സബ്മിറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കണമെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഫുൾ ടൈം സോജൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന. കീജൂൺ കുറെ പ്രാവശ്യം അവളെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഫുഡൊക്കെ അവള് വേസ്റ്റ് ബിന്നിലെടുത്ത് കളയും. കീജൂണിനെ
US പറഞ്ഞു വിടാനുള്ള പേപ്പർ വർക്ക് ഒക്കെ സ്പീഡപ്പ് ആക്കും. ഇതറിഞ്ഞിട്ട് അവൻ HR അടുത്ത് പോയി തർക്കിക്കും. ഞാൻ ഇതുവരെ റിക്കവർ ആയിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ എന്നെ പറഞ്ഞു വിടുന്നത്, ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നെന്നാണല്ലോ ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, നിങ്ങളുടെ ചെലവ് മുഴുവൻ നമ്മുടെ കമ്പനി നോക്കിക്കോളും, പിന്നെ എന്താണ് പ്രശ്നം എന്ന് അവർ തിരിച്ചു ചോദിക്കും. ഇത് ഇനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഈ പറയുന്നതെന്ന് രാവിലെ ഇനെയാണ് എന്നെ വിളിച്ചിട്ട് പ്രോസസ്സൊക്കെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞത്. പ്രൊമോഷൻ ഇപ്പം തന്നെ തരണം, അവിടെ ഏറ്റവും നല്ല ബ്രാഞ്ചിൽ അപ്പോയിന്റ് ചെയ്യണം, വർക്ക് ലോഡ് കുറവുള്ള സ്ഥലത്ത് കൊടുക്കണം എന്നൊക്കെ പ്രത്യേകമായിട്ട് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനെ ഇയാളെ നന്നായിട്ട് അഡോർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടാണ് HR ഹെഡ് പോകുന്നത്. അവിടുന്ന് വരുമ്പോൾ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ അവൻ എനിക്ക് കൊടുത്ത ചെടി കിടക്കുന്ന കാണുമ്പോൾ കീജുവിന് ദേഷ്യം കൂടും. എനിക്ക് ഇപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഇനി അടുത്ത് വന്ന് പറയും. അവളൊരു റിപ്പോർട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ സൗണ്ട് നല്ല ഒച്ചത്തിലായിരുന്നു, എല്ലാവരും ശ്രദ്ധിക്കും. ഇയാളുടെ മാനേഴ്സ് എവിടെ പോയി, ഞാൻ ഈ റിപ്പോർട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് ഇന അവനോട് പറയും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ US അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണല്ലോ, ഇയാൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഇന ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. എനിക്കതല്ല അറിയേണ്ടത്, ശരിക്കുള്ള റീസൺ ആണ് അറിയേണ്ടത്. ജിയോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ജിയോളിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പോവുകയാണോ എന്നൊക്കെ കിജുൻ ചോദിക്കും. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് വാക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഇനി അന്നേരം പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് അവൻ വീണ്ടും പറയും. ഇയാൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഡ്യൂട്ടീസിൽ നിന്നെല്ലാം എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇനി അവിടുന്ന് പോകുന്നത്. ജെജു ഐലൻഡിലെ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് അടുത്ത ദിവസം. അവിടെയൊക്കെ എൻ്റെ കൂടെ ഇനിയും വരണം. ഇനയുടെ കൂടെ US വർക്ക് ചെയ്ത ആളുകളാണ് ആ മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാൻ ഇനയുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യുന്ന ജയോള് പറയും. ഇത് മിസ് പാർക്ക് കേൾക്കും. മിസ് പാർക്കിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ജയോളിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവള് ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് ഷെൽഫ് തുറക്കുന്നുണ്ടെ ഒരു ബുക്ക് താഴെ വീഴും. അതിനകത്ത് നിന്ന് ജയോളും ഇനിയും കൂടി നിൽക്കുന്ന കുറെ ഫോട്ടോസ് കിട്ടും. അവരെ ഡേറ്റ് ചെയ്തിരുന്നു, അവരൊന്നിച്ച് ജെജു ഐലൻഡിലൊക്കെ പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ആ ദേഷ്യത്തിനാണ് അപ്പാർട്ട്മെന്റിലെ താമസം മതിയാക്കി കീജുവിന്റെ കൂടെ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെ ഞാൻ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞത് കേട്ട് കാണുമല്ലോ, അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ ജയോള് മിസ് പാർക്കിന്റെ അടുത്ത് പറയും. എന്തിനാണ് ഇനി കൂടെ കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ടെ ഞാൻ ഓൾറെഡി റീസൺ പറഞ്ഞല്ലോ എന്ന് അവൻ പറയുന്നുണ്ടെ അതല്ല ശരിക്കുള്ള റീസൺ ആണ് എനിക്കറിയേണ്ടതെന്ന് അവൾ തിരിച്ചു പറയും. ഓൾറെഡി ആളുകൾക്ക് ഇടയിൽ സംസാരമുണ്ട്. പുതിയ MD വന്നതിന് ശേഷം എല്ലാവരും MD ആണ് ഫേവർ ചെയ്യുന്നത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റുമായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ജയോളിനെ കമ്പനി ഇത് പുറത്താക്കും, ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവോ അതോ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുമോ എന്നൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് കാരണം ഒരാളെയും കൂട്ടി ബിസിനസ് ട്രിപ്പിന് പോകാൻ പോവുകയാണ്, മറ്റൊരാളെ US പറഞ്ഞയക്കുന്നു, എന്താണ് ചെയ്യുന്നതെന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഇത് ഓൾറെഡി കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്, അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ആളുകൾ പറയുന്നത് കേട്ട് എൻ്റെ ഇമോഷൻസിനൊന്നും ഞാൻ ഒരു വിലയും കൊടുത്തിട്ടില്ല, ഇനി ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം കൂടും. ഇയാളുടെ ഇമോഷൻസ് അനുസരിച്ച് ആക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഇനയുടെ കൂടെ മരിക്കാനും തയ്യാറാണോ? ഇനെ നിങ്ങൾക്ക് ആരാണ്? എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് ഞാനല്ല, ഇയാളാണെന്ന് തിരിച്ചറിയണം. എനിക്ക് വേണ്ടി ഇതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകും. കീജോൺ എല്ലാം പാക്ക് ചെയ്യാണ്. മിസ് പാർക്ക് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ വന്നത് നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ പോകാൻ നേരത്ത് എനിക്ക് റെന്റിന് വേറെ ആളെ അന്വേഷിക്കേണ്ടി വന്നേനെന്നൊക്കെ കീജോൺ അവളുടെ അടുത്ത് പറയും. അവള് പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കാണുമ്പോൾ അതെല്ലാം നീ യൂസ് ചെയ്തോളൂ, അവിടെ വാങ്ങാൻ കിട്ടുമല്ലോ എന്ന് അവൻ പറയും. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനിയും ജയോളും കൂടി ജെജു ഐലൻഡിലേക്ക് ഒരു മീറ്റിങ്ങിന് പോകുന്ന കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് കീജുൻ പറയും. അവര് പണ്ടും ജെജു ഐലൻഡിലേക്ക് പോയിട്ടുണ്ട്, അവിടുത്തെ ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ജയോള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത്രയും പ്രിയപ്പെട്ട ഓർമ്മയായിരിക്കാം അവരുടെ ആ യാത്ര എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഒരു പക്ഷെ ആയിരിക്കാം എന്നുള്ള രീതിക്ക് അവൻ മറുപടി പറയും. അവൻ നോക്കുമ്പോൾ മിസ് പാർക്ക് വീണ്ടും പാത്രമെല്ലാം പാക്ക് ചെയ്യാണ്. നിന്നോട് അതവിടെ വെച്ചേക്കാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ ചെന്ന് അത് വാങ്ങി ഡോറിലേക്ക് വെക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും കയ്യിൽ നിന്ന് താഴെ പോകും. രണ്ടുപേരുടെ മനസ്സ് അവിടെ അല്ല എന്ന് പരസ്പരം അവർക്ക് മനസ്സിലാവും. അന്നേരം ആരോ വന്ന് ബെല്ലടിക്കും. ഫുഡ് ഓർഡർ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് മിസ് പാർക്ക് എന്ന് വാതിൽ തുറക്കുമ്പോൾ അത് കീജുവിന്റെ മൂത്ത ചേച്ചിയായിരുന്നു. ഞാൻ വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മിസ് പാർക്ക് അന്നേരം തന്നെ അവിടുന്ന് സ്ഥലം വിടും. നീ എന്തായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചേച്ചി വഴക്ക് പറയുന്നുണ്ട്. അവൻ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നിന്നെ
നോക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വരികയും നീ വീട്ടിൽ വേറൊരാളെ താമസിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചേച്ചി അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല മറ്റൊരാളെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളും ആ പെൺകുട്ടിയെ മറക്കണമെന്ന് കിജുൻ ചേച്ചിയുടെ അടുത്ത് പറയും. നീ എന്തായി പറയുന്നത്? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നീ അത് വിശ്വസിക്കുന്നത് എന്തിനാണ്? ആ പെൺകുട്ടി എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ നിന്നെ വന്നിരുന്ന് നോക്കിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരാൾ പറയുന്നതിനെക്കാട്ടിലും അയാളുടെ പ്രവൃത്തിയും അയാളുടെ പെരുമാറ്റവും വേണം ശ്രദ്ധിക്കാനായിട്ട്. അതുപോലും നിനക്ക് ഇതുവരെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലെന്ന് ചോദിച്ചിട്ട് ചേച്ചി വീണ്ടും അവനെ വഴക്ക് പറയും. കിജൂൺ എന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ലോട്ടിലേക്ക് വരുമ്പോൾ ഇനയുടെ കാർ അവിടെ പാർക്ക് ചെയ്തേക്കുന്ന കാണും. നോക്കുമ്പോൾ അവൻ കൊടുത്ത ടെഡി ബെയർ അതിനകത്ത് അവൾ വെച്ചിട്ടുണ്ട്. അവൾ അതിന് മുമ്പ് അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടത് കണ്ടിട്ടായിരുന്നല്ലോ അവര് ദേഷ്യം തിരിച്ചെടുത്തു എന്ന് അവന് മനസ്സിലാവും. അന്നേരമാണ് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇന പറഞ്ഞതും അവന് ഓർമ്മ വരും. സത്യം പറയേണ്ട സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് അത് ഹൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഓർത്തിട്ട് അവൻ അന്നേരം തന്നെ മിസ് പാർക്കിനെ വിളിച്ച് ജയ്ജുവിലെ ഏത് ഹോട്ടലിലാണ് അവർ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇനയും ജയ്യോളും ജയ്ജു എല്ലെത്തും. US നിന്ന് വന്ന ആളുകളെ മീറ്റ് ചെയ്യും. അവരെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം രാത്രിയിൽ അവർ എല്ലാം റിപ്പോർട്ടെല്ലാം നോക്കുവാണ്. ഇന പ്രൊഫഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുറച്ചു നേരം അവളെ നോക്കിയിട്ട് ഇവിടെ വീണ്ടും വരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അത് നമ്മളുടെ ആദ്യത്തെയും അവസാനത്തെയും ട്രിപ്പായിരുന്നു എന്ന് പറയും. VPക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് നാളെ രാവിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിക്കാന്ന് പറഞ്ഞു അവൾ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ കുറച്ചു നേരം ഇവിടെ പണ്ടത്തെ പോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കും. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, കാര്യങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആകത്തില്ല എന്ന് ഇനെ പറയുന്നുണ്ട്. പിന്നെ നീ എന്തിനാണ് കൊറിയയിലേക്ക് തിരിച്ചു വന്നതെന്ന് ജയോള് ചോദിക്കും. എന്ത് സംഭവിച്ചാലും ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിൽക്കാമെന്ന് ഒരു വാക്ക് തന്നുപോയി. എന്റെ പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എനിക്കത് മാത്രം മതി, വേറെ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്ത് റീസൺ കൊണ്ടാണ് നീ അത് ചെയ്യുന്നതെന്ന് എനിക്കറിയേണ്ട, നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അതും ഞാനിപ്പോൾ വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ്. കാരണം ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തെറ്റ് ചെയ്യുകയും മറ്റൊരാളെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കലും അയാൾ ആ വേദന അർഹിച്ചിരുന്നില്ല എന്ന് പറയും. കീജുന്റെ കാര്യമാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇയാളുടെ അടുത്തേക്ക് ഇനിയും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന അവിടുന്ന് പോകും. അവള് രാവിലെ തന്നെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. നടക്കുന്നുണ്ടെ പുറകെ നിന്ന് ആരോ അവളുടെ പേര് വിളിക്കുന്നതായിട്ട് തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ അത് കീജൂണാണ്. എന്തിനാണ് നേരത്തെ ചെക്കൗട്ട് ചെയ്തത്, ഞാൻ ഹോട്ടൽ വരെ പോയി നോക്കേണ്ടി വന്നു എന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇന ഓടിച്ചെന്ന് അവനെ കിസ് ചെയ്യും.